സംവാദമാണ് സമാധാനത്തിനുള്ള മാർഗമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഏറെ ഉന്നതമാണെന്നും പാപ്പ പറഞ്ഞു. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ സാഹോദര്യത്തിന്റെ പ്രാധാന്യം എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ ഉപകാരപ്രദമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാനിലേക്കുള്ള വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാർക്ക് അനുവദിച്ച പ്രത്യേക കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. തായ്ലൻഡ്, നോർവേ, ന്യൂസിലൻഡ്, സിയേറ ലിയോണെ, ഗ്വീനിയ ബിസോ, ലുക്സംബർഗ്, മൊസാംബിക്, എത്യോപ്യ എന്നീ രാജ്യങ്ങളുടെ വത്തിക്കാനിലെ 9 പുതിയ നയതന്ത്ര പ്രതിനിധികളുമായിട്ടാണ് പാപ്പ ഫ്രാൻസിസ് കൂടിക്കാഴ്ച നടത്തിയത്. വത്തിക്കാനിലെ ക്ലെമൻറൈൻ ഹാളിലായിരുന്നു കൂടിക്കാഴ്ച. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ സഹായിക്കുവാൻ പാപ്പ അംബാസഡർമാരോട് ആവശ്യപ്പെട്ടു. സായുധ പോരാട്ടത്തിന്റെ സാഹചര്യങ്ങൾ മറികടക്കുവാനും സമാധാനത്തിന്റെ പാത സൃഷ്ടിക്കുവാനും അന്താരാഷ്ട്ര സമൂഹത്തിലുണ്ടാകുന്ന പരിശ്രമങ്ങൾ കാണാൻ ഇത് വളരെ പ്രോത്സാഹജനകമാണെന്നും ഈ ലക്ഷ്യം നേടിയെടുക്കുവാൻ ചർച്ചകൾ അനിവാര്യമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. nella comunità internazionale per superare situazioni di conflitto armato e creare percorsi di സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ സംവാദങ്ങൾ ഏറെ സഹായകരമാകുമെന്ന് പാപ്പ പറഞ്ഞു. മറ്റ് രാജ്യങ്ങളുമായി ഏറ്റവും അധികം നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വത്തിക്കാൻ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.